ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നെൻ്റെ ചേച്ചിയുടെ കുറച്ച് എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. മാർച്ച് 22 എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, പക്ഷേ എനിക്ക് ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പം ഈ പോക്ക് പോകുന്നത് ചേച്ചിയെ വിളിക്കാനാണ്. അപ്പം നമുക്ക് ചേച്ചിയെ വിളിക്കാൻ പോയാലോ? ഹായ് പറയൂ. ഫോൺ എടുക്കുമായിരിക്കും. ഫോണൊക്കെ എൻ്റെ മോൻ കുറുക്കുറ വേണ്ട. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഗായത്രി ചേച്ചി. ചേച്ചിയുടെ ഹായ് ചോദിച്ചപ്പോൾ ചേച്ചി ഒന്നും പഠിക്കാതെ എനിക്ക് ഹായ് തന്നു. എൻ്റെ സ്വന്തം ചേച്ചി എന്നോട് പോടി എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നതാണ് ചേച്ചിയുടെ സാമഗ്രികൾ. ഡ്രസ്സ് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളതിൻ്റെ ഫുഡ് കഴിച്ചു. ഫുഡ് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അമ്മാവനും അമ്മായിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എം ലോഫ്റ്റിൽ പോയി ഡ്രസ്സ് സെറ്റാക്കുക എന്നായിരുന്നു. ചങ്ങനാശ്ശേരിയിലാണ് എം ലോഫ്റ്റ് ഉള്ളത്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴേ ജോയൽ ജേക്കബ് മാത്യു എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഷോപ്പിൻ്റെ ഓണർ. ആ ചേട്ടൻ്റെ അമ്മ ഞങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കസ്റ്റമൈസ്ഡ് ലെഹങ്കാസൊക്കെ മുകളിലത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോയി. നല്ല അടിപൊളിയാണ്. അങ്ങോട്ടുള്ള എൻട്രി കാണാൻ നല്ല രസമാണ്. ഒരു ലയൻ്റെ സിമ്പിളൊക്കെ വെച്ചിട്ടൊരു ഡോറ്. എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കണ്ണാടി കണ്ടാൽ നമ്മളത് വിടില്ലല്ലോ, ഒരു വീഡിയോ അത് നിർബന്ധമാണ്. ഞങ്ങളുടെ അതിൽ റെഫറൻസ് ഉണ്ടായിരുന്നു കാണിക്കാൻ, ലെഹങ്ക എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ. പിന്നെ നമുക്കൊരു ചേച്ചി ഉണ്ടാവും പേഴ്സണലായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ. ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു മെറ്റീരിയൽ അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഹാപ്പിയായി. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കളർ റാണി പിങ്ക് ആയതുകൊണ്ട് അതൊന്ന് സാമ്പിൾ ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു മെറ്റീരിയലിൽ. സാമ്പിൾ ഡൈ ചെയ്ത് കാണിക്കാം, അതിനൊരു ചെറിയ എമൗണ്ട് ആവും എന്ന് പറഞ്ഞു. ആ ചേച്ചി നന്നായിട്ട് വരച്ച് കാണിച്ചു തന്നു. എല്ലാം എങ്ങനെ വരും, സ്റ്റിച്ച് ചെയ്ത് വന്നാൽ എങ്ങനെ ഇരിക്കും നന്നായിട്ട് വരച്ച് കാണിച്ചു തന്നു. പിന്നെ ചേച്ചിയായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച് എന്തൊക്കെ വരും, എങ്ങനെയൊക്കെ വരും, എങ്ങനെയൊക്കെ പാറ്റേൺ വേണം ബ്ലൗസിന് എന്നൊക്കെ സംസാരിച്ച് ആ ചേച്ചി നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു എല്ലാം. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാറായി. അപ്പോൾ വിശപ്പിൻ്റെ വിളിയാണ് അവിടെ കണ്ടത്. പിന്നെ ഒരാൾ പോസ്റ്റ് ചെയ്ത് തരാം, വീഡിയോ അൺഎക്സ്പെക്റ്റഡായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ഞാനും ചേച്ചിയും ഗായത്രി ചേച്ചിയും എവിടെ പോയാലും നല്ല അലമ്പാണ്. പക്ഷെ ഇവിടെ മാക്സിമം പിടിച്ചിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ആ ചേച്ചി ഫുള്ള് വരച്ച് കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ കളർ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ആ കളർ ചാർട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഡേ ലൈറ്റിൽ നോക്കിയാലേ കറക്റ്റായിട്ട് കളർ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ കളർ സെലക്ട് ചെയ്തു. മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത് അവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിയാറായി. അങ്ങനെ ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് കോഫി കുടിക്കാൻ മോളിൽ പോയി. കോഫിയൊക്കെ കുടിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു. അമ്മ എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അവർ രണ്ടുപേരെയും എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം. ഊണ് കഴിക്കാൻ ഞങ്ങൾ സമുദ്ര റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ ഊണും നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വൈക്കത്ത് അമ്മയുടെ വീട്ടിൽ കയറി. അവിടെ കയറി വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് എൻ്റെ സ്വന്തം നിധിക്കുട്ടി. അവിടെ എന്തോ ചവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുത്തത്. എക്സാം നടക്കുന്നതുകൊണ്ട് അവൾക്ക് എങ്ങോട്ടും വരാൻ പറ്റിയില്ല. അവൾ 12th പഠിക്കുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് റിങ് സെലക്ട് ചെയ്യാനാണ്. എറണാകുളം തനിഷ്കിലാണ് ഞങ്ങൾ റിങ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ചേച്ചി കുറച്ച് ഡിസൈൻസ് അവരുടെ സൈറ്റ് നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അടുത്ത യാത്ര അങ്ങോട്ടാണ്. അങ്ങനെ അവിടെ എത്തിയ ഉടനെ തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടിയത് കൊണ്ട് അവിടെയുള്ള ചെറിയൊരു മിററിൽ ഞാനും അച്ഛനും ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു. റിങ് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ ചേട്ടനെയും കൂടെ വീഡിയോ കോളിൽ വിളിച്ചു. അവിടെ നിന്ന് റിങ് കുറേ എണ്ണം കാണിച്ചു. എല്ലാ റിങ്ങും കൊള്ളാം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അവസാനം ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായി ഏത് റിങ്ങാണ് ചേട്ടൻ ഇഷ്ടപ്പെട്ടത്. ഇതല്ലേ കൊള്ളാവുന്നേ എന്നാണ് പറഞ്ഞത്. ചേട്ടൻ്റെ അളവിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അത് വേറെ ജ്വല്ലറി പോയിട്ട് എടുത്ത അളവായതുകൊണ്ട്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ സോർട്ട് ഔട്ട് ചെയ്തെടുത്തു. പിന്നെ ആ അളവ് നോക്കുന്ന സാധനം കയ്യിൽ കിട്ടിയതോടെ എല്ലാവരും മാറി മാറി അത് വെച്ച് അളവ് നോക്കി. പിന്നെ അത് വെച്ചുള്ള പരിപാടികളായി. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞു, ഗായത്രി ചേച്ചിയുടെ അളവും ചേട്ടൻ്റെ അളവും സെയിം ആണെന്ന്.
പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ പോയി. അവിടുത്തെ ഡിന്നർ കഴിച്ചതോടുകൂടി അന്നത്തെ പരിപാടീസ് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ എംലോഫ്റ്റിൽ വന്നിരിക്കുകയാണ്. അന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ലെഹങ്ക ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് പുതിയൊരാളെ പരിചയപ്പെടാം. ഇതാണ് എവന ചേച്ചി. ചേച്ചി ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കാൻ പോയിരിക്കുകയാണ്. ആ കർട്ടൻ്റെ ഉള്ളിൽ ചേച്ചി ഇരിപ്പുണ്ട്. ഹെയറൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് പിന്നെ അവരുടെ കയ്യിൽ കുറച്ച് ജ്വല്ലറീസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇടിയിപ്പിച്ച് നോക്കുന്നുണ്ട്. ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സങ്കടം. ഒളിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞിട്ടും ഞാനൊന്ന് ജസ്റ്റ് പോയി ഒളിഞ്ഞു നോക്കിയായിരുന്നു. ഇനി നമുക്ക് ആ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. ആരും ഭയങ്കരമായ എക്സ്പ്രഷൻസ് ഒന്നും ഇട്ടില്ലെങ്കിലും ആ കർട്ടൻ തുറന്ന് വന്നപ്പോൾ കാണാൻ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. ആ ഫൈനൽ ലുക്ക് ചേച്ചിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറച്ച് ജ്വല്ലറീസൊക്കെ ഇട്ട് നോക്കി അവിടെ ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ് ചേരുന്നത് എന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ ഫോട്ടോ സെഷൻസും ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നിർത്തി അവർ ഫോട്ടോ എടുത്തു. അങ്ങനെ അവിടുത്തെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. അടുത്ത മെയിൻ ടാസ്ക് ഈ ലെഹങ്ക എങ്ങനെ വണ്ടിയിൽ വയ്ക്കും എന്നുള്ളതായിരുന്നു. എല്ലാവരും ഒരുപാട് ആലോചിച്ചു. അത് കിടത്തണോ നിർത്തണോ ഇരുത്തണോ എന്നൊക്കെ. ചേച്ചി അതിനെ അവസാനം കിടത്തി വെച്ചു. ബാക്കിലത്തെ സീറ്റൊക്കെ മടക്കിയിട്ട് അവസാനം അതെങ്ങനെ ഇരിക്കുന്നതെന്ന് എല്ലാവരും വഴിയെ കണ്ടോളൂ. അങ്ങനെ നടത്തിയാൽ മതിയേ. One eternity later. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ചേച്ചിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെയൊക്കെ പോകാനാണ് പോകുന്നത് ഞങ്ങൾ. അവിടെ ചേച്ചിയുടെ ഡീറ്റ് ആൻഡ് ഫേഷ്യൽ അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് രാജേഷ് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. ചേട്ടൻ്റെ മേക്കപ്പ് സ്റ്റുഡിയോ എടപ്പള്ളിയിലാണുള്ളത്. അവിടെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും പോസ്റ്റായി, ഞാനും അമ്മയും എവന ചേച്ചിയും. അത് കഴിഞ്ഞ് തനിഷ്കിൽ റിങ് ഇട്ട് നോക്കാൻ പോയി. സൈസ് കറക്റ്റാണോ എന്ന് നോക്കാനായിരുന്നു. ഇതാണ് അന്നത്തെ ചർച്ചയ്ക്കൊടുവിൽ എടുത്ത മോതിരം. സൈസൊക്കെ കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തു. എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി പ്രോഗ്രാമിന് 2 ദിവസം മുമ്പുള്ള കുറച്ച് കലാപരിപാടികൾ കാണണ്ടേ. മെയിനായിട്ട് കാണേണ്ടത് ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസാണ്. ഞങ്ങളുടെ ഡെഡിക്കേഷൻ ആരും കാണാതെ പോകരുത്. അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ ഇറങ്ങുന്നുണ്ടോ പുറത്ത്? ചേട്ടൻ നോക്കിയോ സ്റ്റെപ്പ് വരും സ്റ്റെപ്പ് വരും. ആ കളി ഒരു അതുല്യ പ്രതിമയെ നിങ്ങൾ കാണുന്നു. Make some noise and sing, oh, shine.
ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.